കടിച്ചില്ലേ? പിന്നെ വൈകി പോയതാവും കൊണ്ടാണ്. പേപ്പറിൽ ഞാൻ കുപ്പി കാണിക്കാൻ അയാൾ മൂക്കിൻ്റെ ഉള്ളിൽ വെച്ചാക്കിയായിരുന്നു, വായിൻ്റെ ഉള്ളിൽ ഒളിച്ചിട്ടാക്കിയായിരുന്നു. പേപ്പറിൽ ഞാൻ കുപ്പി കാണിക്കുന്നത് ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഫോണിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ശരിക്കാനും കളിയാക്കാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നല്ല മനസ്സുള്ളവർ എല്ലാവരും ഗോൾഗേറ്റ് വർക്ക് കാട്ടിയാൽ വെച്ചോണ്ട് പോകാം. അതാ പറഞ്ഞാൽ കൊടുക്കണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടാലും കൊടുക്കും, കൊടുക്കണമെന്ന് എല്ലാവരും കൊടുക്കില്ല. എന്നാലും തമ്മിലെങ്കിലും കളികളൊക്കെ കാണാതെ കോടീശ്വരനെ രക്ഷപ്പെടാൻ നമ്മളെ പാവപ്പെട്ടത്. എന്തായാലും നിങ്ങളെ മുൻപിലേക്കാണ് ഫോണിലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇല്ലേ? ഫോട്ടെ എല്ലാവരും കാണാൻ മാത്രമുള്ളതല്ലേ? എനിക്ക് തന്നില്ലെങ്കിൽ സർക്കാർ തന്നില്ലെങ്കിൽ നിങ്ങൾ ആൾക്കാരെ കൊടുക്കാം. അതൊരു കടയിൽ നിന്ന് 2 10 എനിക്ക് തരാറ്. പോണവർ പോട്ടെ, തരുന്നവർ എന്തായാലും തരും. കൂടുതലാൾ വേണ്ട, ഒരു 5-6 പേര് മതി. ആ അവിടെ നമ്മളെ ചേട്ടൻ്റെ വകയായി അവിടെ അവിടെ ഇന്നുകൊണ്ടല്ല ബേക്കിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. കാണാനുള്ള വന്നപ്പോൾ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ പ്രാവശ്യം കാണിക്കുള്ളൂ. എന്ത് സംഭാവന നിങ്ങളൊന്ന് ചെയ്യും. അതാ പറഞ്ഞ ലേശം അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ ലേശം അടുത്ത് നിന്നോ അപ്പൊ 500ന്റെ കളി കാണിച്ചു, പിന്നെ 10ന്റെ കളി കാണിച്ചു, ലക്ഷങ്ങളുടെ കളി കാണിച്ചാലും ഇതിലെ കൂടുതൽ എനിക്ക് കിട്ടൂലെന്ന് എനിക്കറിയാം. പറഞ്ഞാൽ പല കളികളും ഇന്ന് കാലഘട്ടത്തിൽ കണ്ടു മടുത്തവരാണ്. പിന്നെ ഈ കൂടുതൽ സംഭാവന തരാത്ത പെൻഷൻ അടിച്ചു വെക്കുന്നതാണ്. എത്ര നമ്മൾ നോട്ടിന് നമ്പർ അപ്പൊ അതൊന്നും എടുക്കാൻ പോവുകയാണ് കേട്ടോ. പായ്വിടെ എന്ന് പറയുമ്പോൾ 500 വന്നു. ഇത് ചട്ടുകളി ഒന്നുമല്ല, ചട്ടികളി ഒന്നുമല്ല, നോട്ടിന്റെ കളികളാണ്. അപ്പൊ നിങ്ങൾ 500 ഞാൻ എഴുതിയിരുന്നത്. അതിനൊന്നും അയച്ചാൽ നിന്റെ ഇഷ്ടം പോലെ എനിക്ക് തന്നാൽ മതി. എത്ര തന്നാലും ഞാൻ മേടിക്കും. അതെൻ്റെ തൊഴിലുകളാണ്. എനിക്കില്ലടോ തരാം ഒന്നില്ലല്ലോ. അല്ല വീണ്ടും കൂടെ ബാങ്കിലിട്ട് പലിശ ആവട്ടെ. അപ്പൊ വീട്ടിൽ ചെല്ലാം, ഗ്ലാസ്സൊക്കെ വിൽക്കാം, പേപ്പർ വിൽക്കാം, ഞാൻ പൊത്തുന്ന പോലെ കുത്താം. നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ വേണം. 50,000 30,000 ഫോണൊക്കെ ആനാ പൂന ചേരാ പൂന അങ്ങനെ പറയണ വീണ്ടും ബാങ്കിലിട്ടിരിക്കുകയാണ്. ഇനി ചില ആൾക്കാരൊക്കെ ഗ്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളം കട്ടിയായതുകൊണ്ട് സാധാരണ ഒരു ഗ്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളം കട്ടിയാവും. പിന്നെ നമ്മൾ 500,000 വില കൊടുത്ത് വാങ്ങുന്ന ഫാൻ്റെ ആരും തുണിയാലും കുഴപ്പമായി നമുക്കൊരു തൊഴിൽ വെള്ളത്തിനെ കൊണ്ടുപോകാൻ ശരിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ഇത്രയും നേരം കാണിച്ചത് മേജിക് ഒന്നുമല്ല, കൈകൊണ്ട് ചെയ്യുന്ന 1-2 ട്രിക്സ് പരിപാടിയാണ് കൈ കിടക്കാം. മേജിക് കാണിക്കുന്ന ആളെ മുതുകാടാണ് കേട്ടോ. ഞാൻ മേജിക് കാണിക്കാറില്ല.
എൻ്റെ വേഷവും പോലെയൊക്കെ വളരെ മോശമാണെങ്കിലും ചില ആൾക്കാരൊക്കെ മാജിക് കാണിക്കുമ്പോൾ പണിയെടുത്തത് നോടയാന്ന്. അപ്പോൾ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ രാവിലെ പോലെ വൈകുന്നേരം പണികളൊന്നുമില്ല. വൈകുന്നേരം ടൈമിൽ പണിക്കാരൊക്കെ ഇറങ്ങണം. പണിക്കാരൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതേമാതിരി സിഗരറ്റ് വീടിയൊക്കെ കയ്യിൽ വെക്കും. ആന പൂന ചേതാന്നൊക്കെ പറയുന്ന സിഗരറ്റ് കാണില്ല. വായുടെ എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് അപ്പൊ മുതുകാട് കാണിക്കുമ്പോൾ മാജിക്ക് ഞാൻ കാണിക്കുന്ന കള്ളത്തരമാണ്. ഇനി നിങ്ങൾ മുമ്പിലെ മാജിക്കിന് വേണ്ടി സംഭാവന വിലൊന്നും ചോദിക്കൂല. അത് വിചാരിച്ച് നിങ്ങൾ പേടിക്കണ്ട. മാജിക്ക് സംഭാവനയൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ വേഷം പോലെ മോശമാണെങ്കിൽ ഒരു 10-12 കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു 2 പേരെല്ലാവരും ഒന്ന് സ്വീകരിക്കണം. നാണക്കേടും മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. പോയാലൊരു പൊങ്ങ് കിട്ടിയാൽ തന്നെ. പിന്നെ എൻ്റെ വേഷവും കോലൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഇത് പഠിച്ചിട്ട് വന്ന ആളാണ്. ആദിവാസി മേഖലയിലെ ഒരാളാണ്. അതാണ് ചിന്തക്കുന്നത്. അട്ടപ്പാടിയാണ് കേട്ടോ. ഇവിടെയുള്ള ആളൊന്നുമല്ല. എന്നാൽ കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല. 3 ഏക്കറിലാണ് എൻ്റെ വീട്. എന്നാൽ ഇതേ തൊഴിലുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതൽ ഞാനും നിങ്ങളെ കാഴ്ചയൊന്ന് പഠിക്കപ്പെടാം. മേജിക്കല്ല കേട്ടോ. ഇന്ന് ശരീരം വളരെ പണിയെടുക്കുന്ന പിള്ളേരുണ്ട്. ഇന്ന് കൊൻഫം ചൂടൊക്കെ പോകുന്ന പിള്ളേരുണ്ട്. അതേമാതിരി 1 ഇഞ്ചിൻ്റെ 2 ഇഞ്ചിൻ്റെ കൈസം കെട്ടൊക്കെ കൈകൊണ്ടൊക്കെ ഇടിച്ചൊക്കെ പൊട്ടിക്കാം. ചെറിയ ബോഡിയാണ്. അമ്മ പറഞ്ഞ മോനെ വലിയ ബോഡി ഒന്നും കൊണ്ടുകൊണ്ടൊക്കെ പെട്ടിയിൽ വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ബോഡി കൊണ്ട് ഞാൻ ഇവിടെ ഒരു തുണി വിരിക്കുന്നുണ്ട്. തുണി വിരിക്കുന്ന പൈസ വലിച്ചെറിയാനല്ല കേട്ടോ. ആരും എനിക്ക് വലിച്ചെറിഞ്ഞ് തരുമൊന്നും വേണ്ട. തെണ്ടിയാണെങ്കിൽ അന്തസ്സുള്ള തെണ്ടിയാണ് ഞാൻ. അതുകൊണ്ടാണ് ആ സുഹൃത്തിൻ്റെ 500 വെച്ചിട്ട് എന്തായാലും ഒരു 10-350 ഉറുപ്പിക എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു തുണി വിരിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ കണ്ണൂർ വടകര നാദാപുരം തലശ്ശേരിന്നൊക്കെ പറയുമ്പോൾ കളി അഭ്യാസികളും കായിക ഗുരുക്കന്മാരൊക്കെ തൊഴിലുകളൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ ചിക്കനും മട്ടനൊക്കെ തന്നു കഴിഞ്ഞാൽ നേരം പുറത്തു കഴിഞ്ഞാൽ തൂറിപ്പോവും. പഴക്കമുള്ള ഒരു 10-12 കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യും. ഞാൻ കുരുക്കളൊന്നും അല്ല കേട്ടോ. എന്നാലും ഒരു 10-12 കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു മനുഷ്യന് പറഞ്ഞിരിക്കുന്നത് 4448 ഞാടി ജനമ്പ് സ്ഥലത്തോട്ട് പിള്ളേണ്ടെന്ന ഞാടി ജനമ്പുകളെ അസ്ഥികളൊക്കെ ഒന്ന് വളച്ചൊടിച്ച് കാണിച്ചായിരിക്കാം. നമ്മളെ കയ്യിലിരിക്കുന്ന 500-1000 നോട്ടൊക്കെ വെച്ച് നമുക്ക് അങ്ങോട്ടും കൊടുക്കാൻ തെളിയിക്കില്ല. ശരീരത്തിനെ വിളിച്ചു വരുത്താൻ പറ്റില്ല. ഒരു 10-12 കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു സാധനം എൻ്റെ കൈവശമുണ്ട്. അതേപോലെ ഉടനെ കുതിരേപ്പോലെ ചാടാനോ ഞാൻ കാണിക്കുന്നതിൽ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അത് പല ആൾക്കാരും വരാറുണ്ട്. നല്ലതാണെങ്കിൽ സ്വർണ്ണം മുറിച്ച് നോക്കാം. രോഗമാണെങ്കിൽ മരുന്നൊന്ന് ഉപയോഗിച്ച് നോക്കാം. എന്നെക്കൊണ്ട് മാറ്റാൻ കഴിവില്ല. പിന്നെ ഞാനാണെങ്കിൽ പണം കൊടുത്ത് യാതൊരു സാധനം മേടിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. ഇച്ചിരി ഇലകളും പള്ളികളും പുല്ലുകളൊക്കെയാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ഇച്ചിരി ഇലകളും പള്ളികളും പുല്ലുകളൊക്കെയാണ്. 10 വയസ്സ് പോലും വിലയില്ലാത്ത നമ്മളിവിടെ പറമ്പിൽ കിടക്കുന്ന ഇച്ചിരി ആട് പശുവൊക്കെ തന്നു പോകുന്ന ഒരു ഇച്ചിരി എണ്ണ എൻ്റെ കൈവശമുണ്ട്. ഞാൻ ഇവിടെ വന്നതല്ല. നിങ്ങളെ ഈ അമ്പലപ്പര് ഇവിടെ പൂരം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകണം. പൂരം വന്നെന്ന് പറഞ്ഞിപ്പോൾ വന്നതാണ്. ഇത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർ ഓടിക്കുന്നതാണ്. ഇന്ന് ഇസ്മായിലും പൈതലാണ്, മത്തായും പൈതലാണ്, കോവിയും പൈതലാണ്. എന്ത് പണ്ടാറാണ് മനസ്സിന് കൊടുക്കുന്നത്. ഓടിയിരിക്കാൻ തമ്പരാന് മാത്രമേ അറിയുള്ളൂ. നാണക്കേടും മടിയൊന്നും വിചാരിക്കണം. പഴക്കമുള്ള ഒരു 10-12 കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്ന് ചിക്കനും മട്ടനൊക്കെ തന്നെ നേരം എടുത്തിട്ട് ഇന്ന് പെരുമുട്ടുവാത ആമവാന്നൊക്കെ പറഞ്ഞ് മുട്ടൊക്കെ മണിക്കുന്ന കക്കൂസിലെ മുള്ളാനോ പാത്താനൊക്കെ പോണെങ്കിൽ മിലിറ്ററിക്കാർ വെടിവെക്കാതിരിക്കുന്ന കക്കൂസിലേക്ക് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുട്ടൊക്കെ ഒന്ന് മടക്കി ഇരിക്കാൻ പറ്റാത്തത്. ജോയിന്റ് പേസുകളിൽ വേദനയുള്ളവർ ഇന്ന് ഊരവേന ഡിസ്ക് വേണമെന്നൊക്കെ പറഞ്ഞ് മാസക്കണക്കിന് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിക്കുന്ന നടുവേനക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒരു വെത്തിലയുടെ മുകളിൽ പോയാലൊരു പൊങ്ങ് കിട്ടിയാലും അത്രേ ഉള്ളൂ. എന്നെ കണ്ട് വിശ്വസിക്കണ്ട. ത്രിപുല കൊണ്ട് പന്ത്രണ്ടിൽ ആയുർവേദങ്ങൾ ഉണ്ടാക്കുന്നവരുള്ള വൈദ്യന്മാർ ഇന്ന് എല്ലാവരും വൈദ്യന്മാരാണ്. ഞാൻ കാശൊന്നും കൊടുത്ത് ഇത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർ ഓടിക്കളയും. കാരണം ഞാനാണെങ്കിൽ ഇതേമാതിരി ചില ഇലകളും പള്ളികളൊക്കെ പുല്ലുകളൊക്കെ സ്വന്തമായിട്ട് വളർത്തിയെടുക്കുന്ന ആളാണ്. പോയാലൊരു പൊങ്ങ് കിട്ടിയാലും തന്നെ ഒരു ചെറിയൊരു എണ്ണ നല്ല പഴക്കമുള്ള വേനൽക്കാരൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ ശരീരത്തിൽ തടകാൻ ഒഴിയാനും ഞാനാണല്ല കേട്ടോ. ഒരു ഞരമ്പെണ്ണയാണ്. തട്ടുമുട്ടൊക്കെ കിട്ടി എനിക്കുന്നവർക്കൊക്കെ വേദന ഒരേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കൂടെ ഞങ്ങളെ വീടുകളിലെ പ്രായമായിട്ടുള്ള ആൾക്കാർ ഒന്ന് തേച്ച് കൊടുക്കാം. പിന്നെ ഇന്ന് ഊരവേന ഡിസ്ക് എന്നതൊക്കെ പറഞ്ഞ് മാസക്കണക്കിന് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കടിക്കും. നടുവേനക്കൊക്കെ വേണ്ടി ഒരു വെത്തില കൊണ്ടുവരാം. നടുവേനക്കാരുണ്ട്. കുളിയെല്ലാം കഴിഞ്ഞ് കിടക്കാൻ എനിക്കവിടെ വെത്തില കിട്ടാനും കുഴപ്പമില്ല. ഞാൻ ഒരു പേപ്പർ ലേപനം ചെയ്ത് കാണിക്കാതെ തടകാൻ ഒഴിയാനും ഞാൻ പറയൂല. ഞാൻ തീപ്പെട്ടുകൊണ്ടോ വിളക്കൊണ്ടോ 1-2 തുള്ളി വെത്തിലുള്ള മുകളിൽ തേച്ച് കൊടുത്തിട്ട് നടുവേനക്കാരാണ്. ഇതേമാതിരി തീപ്പെട്ടുകൊണ്ടോ വിളക്കൊണ്ടോ നോർമലായിട്ട് വെത്തിൽ ചൂടാക്കിയില്ല. ഇന്ന് ഊരവേന ഡിസ്ക് വേണമെന്നൊക്കെ പറയുമ്പോൾ മാസക്കണക്കിന് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കടിക്കുന്ന നിങ്ങളുടെ സ്ഥലങ്ങളാണ്. ഒരു 5 മിനിറ്റ് ഞാൻ അതേമാതിരി നോക്കി ചെയ്തു. ഒരു 5 മിനിറ്റ് അതിൻ്റെ പരിപൂർണ്ണ മാറ്റം ഒന്ന് മുട്ടൊക്കെ ഒന്ന് മടക്കി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ചായ കുടിക്കുന്ന പൈസ എനിക്ക് കൊടുക്കാം. കിണ്ടൽ കണക്കിന് ചാക്കണക്കിന് ഉണ്ടാക്കുന്ന ആളല്ല. നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇത് എത്രയേ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ പൂരത്തിന് എന്നിട്ടേ മരുന്ന് ഉണ്ടാക്കാറുള്ളൂ. പിന്നെ സേവനമൊക്കെ കൊടുക്കുന്ന ആൾക്കാർ
ഇവിടെ വരാറുണ്ട്. അവർ കാശ് മുടക്കിയ മരുന്നുകൾ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ വെച്ചിട്ട് ഇടിച്ചു പൊടിച്ച തൈലം ഉണ്ടാക്കാറുണ്ട്. ഇത് നാഗനാളി നാഗഗ്രന്ഥി ആയുർവേദ